നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഈ കളി നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ കോച്ച് മുറാദ് യാക്കിൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഈജിപ്ത് വേഴ്സസ് അർജൻറ്റീന മത്സരത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഈജിപ്ഷ്യൻ കോച്ച് കളി കഴിഞ്ഞിട്ട് ഇത് ഫിക്സഡ് കളിയാണ്, മെസ്സിക്കും പണത്തിനും വേണ്ടി നടത്തുന്ന കളിയാണെന്ന് പറയുകയും അതുപോലെ തന്നെ മുസ്തഫ സീക്കോ അതേ പറഞ്ഞ പോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യപ്പെട്ട കളിയാണ്, അർജൻറ്റീനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നൊക്കെ തുറന്നടിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യം, ഈ കളിയിലെ റഫറിങ്ങും മറ്റുമൊക്കെയുള്ള വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുറാദ് യാക്കിൻ്റെ മറുപടി, ഈജിപ്ത് കോച്ചും പ്ലെയേഴ്സും ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, റഫറി അർജൻറ്റീനയെ സഹായിക്കുന്നു, ഇൻ ജനറൽ മാച്ചസ് നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്നൊക്കെയുള്ള പരാതിക്ക് നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, മാച്ചസ് എല്ലാം ഇന്നത്തെ കാലത്ത് വളരെ ഫെയർലി തന്നെയാണ് ഒഫീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വാറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം റിവ്യൂ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കളി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവസരമുണ്ടാകുമ്പോൾ, കളിക്കളത്തിൽ അവസരമുണ്ടാകുമ്പോൾ നിങ്ങൾ അതുപയോഗിച്ച് വിജയിക്കുകയാണ് വേണ്ടത്. കളിക്കളത്തിൽ തന്നെ, ഗെയിമിൽ തന്നെ നിങ്ങൾക്കുള്ള അവസരം വരുന്നുണ്ടല്ലോ. കളിക്ക് ശേഷം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ആളുകളെ അപമാനിച്ചുകൊണ്ടും പറയുന്നതിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു നീതിയും കണ്ടെത്താനാവില്ല. സോ യു ഹാവ് ടു സെറ്റിൽ ഇറ്റ് ഓൺ ദി പിച്ച്. കളിക്കളത്തിൽ തന്നെ നിങ്ങളത് തീർക്കണം എന്നാണ് ഇപ്പോൾ മുറാദ് യാക്കിൻ പറയുന്നത്. ഏതായാലും ഈജിപ്തിൻ്റെ അനുഭവം സ്വിറ്റ്സർലൻഡിന് ഉണ്ടാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.